ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് പ്രിസ്ല ബെഞ്ചമിൻ. നിങ്ങളെല്ലാവരും സുഖമെന്ന് വിചാരിക്കുന്നു. ഇത് ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും അതോടൊപ്പം തന്നെ നല്ല ഈസി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പനീർ മസാലയുടെ റെസിപ്പിയാണ്. ചപ്പാത്തിന് കൊടുക്കുക നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ പനീർ മാരിനേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈര് ചേർക്കാം. തൈര് ചേർക്കുന്ന സമയത്ത് നല്ല ബീറ്റ് ചെയ്ത് ലംസ് ഒന്നും ഇല്ലാത്ത തൈര് വേണം ചേർത്തെടുക്കാൻ. ഇനി ഇതിലേക്ക് പനീർ ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അടുത്തത് നമുക്ക് മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടിയിലേക്ക് 2 ടീസ്പൂൺ എണ്ണയും 2 ടീസ്പൂൺ നെയ്യും ചേർക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ചെറിയ പട്ട ഇലയും ചെറിയ കഷ്ണം പട്ടയും കറുത്ത ഏലക്കയും പിന്നെ 1 ടീസ്പൂൺ ജീരകവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. രണ്ട് പച്ചമുളക് നെടുകെ കീറിയത് ചേർത്തെടുക്കുന്നുണ്ട്. പച്ചമുളകും മുളക് പൊടിയും നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട്. ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. അപ്പോഴേക്കും തക്കാളിയൊക്കെ നല്ലതുപോലെ സോഫ്റ്റായി വരും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം മസാല ഒക്കെ നല്ലതുപോലെ തിക്കായി
കുറുകി വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പനീർ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കാം. എന്നിട്ട് 1 ടീസ്പൂൺ ക്രഷ് ചെയ്ത കസൂരി മേത്തി ഇതിലേക്ക് ഒന്ന് വെതറി കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ നെയ്യും ഇതിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കാം. ഇത്രയുള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള പനീർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. റൊട്ടി, ചപ്പാത്തി, നാന്, കുൽച്ച എല്ലാത്തിനും കൂടി നല്ലൊരു കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.